Hey everyone, welcome back to the channel Spoco Loco English. Today we are entering something super interesting and commonly used idioms related to cats. So let's begin and see how cats have made their way into English idioms. First one is let the cat out of the bag. എന്തെങ്കിലും രഹസ്യം പുറത്ത് പറയുന്നതിനെയാണ് ഈ let the cat out of the bag എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റിനെ കുറിച്ചിട്ട് ഞാൻ അറിയാതെ പുറത്ത് പറഞ്ഞു പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ആക്സിഡന്റലി ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് അബൌട്ട് ദ സർപ്രൈസ് ഗിഫ്റ്റ്. അല്ലെങ്കിൽ നമ്മളൊരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്, ഇതിനെ കുറിച്ചിട്ട് ആരും പുറത്ത് പറയരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡോണ്ട് ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് അബൌട്ട് ദ സർപ്രൈസ് പാർട്ടി. സെക്കൻഡ് വൺ ഈസ് കാറ്റ് ഗോ ടു എ ടങ്. അതായത് പെട്ടെന്ന് ഒരാൾ മിണ്ടാതാകുമ്പോൾ സംസാരിക്കാതാവുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് കാറ്റ് ഗോ ടു എ ടങ്. എന്ത് പറ്റി എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. സോ എന്താ ഞാൻ ചോദിച്ചിട്ടൊന്നും മിണ്ടാത്തത്, എന്തെങ്കിലും പറ്റിയോ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് വൈ ആർന്റ് യു ആൻസറിങ് മീ കാറ്റ് ഗോ ടു എ ടങ്. അല്ലെങ്കിൽ സാധാരണ നീ കുറെ സംസാരിക്കാറുള്ളതാണല്ലോ, ഇന്ന് എന്ത് പറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ട് യു യൂഷ്വലി ഹാവ് എ ലോട്ട് ടു സേ കാറ്റ് ഗോ ടു എ ടങ് ടുഡേ. തേർഡ് വൺ ഈസ് കാറ്റ് നാപ്പ്. ചെറിയ മയക്കത്തിന് ഉപയോഗിക്കുന്നതാണ് ഈ ഇഡിയം. ഞാൻ സാധാരണ എന്റെ രാവിലത്തെ വർക്കൗട്ടിന് ശേഷം ചെറുതായിട്ട് മയങ്ങാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ യൂഷ്വലി ടേക്ക് എ കാറ്റ് നാപ്പ് ആഫ്റ്റർ മൈ മോർണിംഗ് വർക്കൗട്ട്. ഞാൻ വരുന്ന വഴിയിൽ കാറിൽ വെച്ചിട്ട് മയങ്ങിയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ടുക്ക് എ കാറ്റ് നാപ്പ് ഇൻ ദ കാർ ഡ്യൂറിംഗ് ദ റോഡ് ട്രിപ്പ്. ഫോർത്ത് വൺ ഈസ് ഫാറ്റ് കാറ്റ്. നമ്മൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ പറയാൻ വേണ്ടിയിട്ടാണ് ഫാറ്റ് കാറ്റ് എന്ന് പറയുന്ന ഇഡിയം യൂസ് ചെയ്യുന്നത്. ഈ പണക്കാർക്ക് പാവപ്പെട്ടവർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ദ ഫാറ്റ് കാറ്റ്സ് ഡോണ്ട് അണ്ടർസ്റ്റുഡ് ഹൗ പുവർ പീപ്പിൾ ലിവ്. ആ കച്ചവടക്കാരൻ ഭയങ്കര പണക്കാരനാണ്, അയാളുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ദാറ്റ് ബിസിനസ് മാൻ ഈസ് എ റിയൽ ഫാറ്റ് കാറ്റ് വിത്ത് ലോട്ട്സ് ഓഫ് മണി. അവർ ലാസ്റ്റ് ഇഡിയം ഈസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ശക്തമായ മഴ പെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്ന ഇഡിയം യൂസ് ചെയ്യുന്നത്. നീ പുറത്തു പോകുമ്പം റെയിൻകോട്ട് എടുക്കാൻ മറക്കരുത്, ഭയങ്കര ശക്തമായിട്ടുള്ള മഴയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഡോണ്ട് ഗോ ഔട്ട് വിത്തൗട്ട് യുവർ റെയിൻകോട്ട്, ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ട്രിപ്പ് ഭയങ്കര ശക്തമായ മഴ കാരണം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് വി ഹാഡ് ടു ക്യാൻസൽ അവർ ട്രിപ്പ് ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. സോ നമ്മുടെ ഇന്നത്തെ ഇഡിയം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഡെയിലി കോൺവെർസേഷൻസിൽ ഈ ഇഡിയംസ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. If you like this video, don't forget to like, share, comment and subscribe. See you in next video.